ഹലോ, നമ്മളിന്നൊരു പുഴയിലോട്ട് പോകുന്ന ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മുടെ കൂടെ നമ്മുടെ തറവാട്ടിലെ നായക്കുട്ടികളായ കറമ്പൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലാക്കീസിന് നമ്മൾ അവരിനെ വിളിക്കുക, ബ്ലാക്കീന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഓടി വരും രണ്ടാളും. അപ്പോൾ ഇപ്രാവശ്യം പുഴയിലോട്ട് പോകുമ്പോൾ അവരെ ഒന്ന് കൊണ്ടുപോകാൻ വിചാരിച്ചു കേട്ടോ. മിക്കവാറും അവർ കൂടെ വരാറുണ്ട്, പക്ഷേ പകുതി വഴിയാകുമ്പോൾ അവർ തിരിച്ചു പോവേ. ഇന്നിപ്പോൾ ചെറിയൊരു ഉച്ചയാണ്, അപ്പം പുഴയിലൊന്നും അധികം ആളുണ്ടാവില്ല. അപ്പോൾ അവരെ കൊണ്ടുപോകാൻ വിചാരിച്ചു. നമ്മൾ തോട് വഴി പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ അവർക്ക് ഇങ്ങോട്ട് കടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട്. പിന്നെ അവർ തിരിച്ച് വീട്ടിലോട്ടും പോകുന്നില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് തോട് കടന്ന് അവരുടെ അടുത്തേക്ക് തന്നെ എത്തുകയാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. രണ്ടാളും കൂടി കളിച്ച് ചിരിച്ച് ദേ മുൻപോട്ട് വഴിയൊക്കെ പറഞ്ഞു തരുന്ന പോലെ മുൻപോട്ട് ഇങ്ങനെ നടക്കണ്ടേ. അവർക്കറിയാം പുഴയിലോട്ട് വരുന്ന വഴിയൊക്കെ അറിയാം. പക്ഷേ അവരിങ്ങനെ പുഴയിലോട്ട് അധികം വരാറില്ല കേട്ടോ. കാരണം പുഴയിൽ എപ്പോഴും ആളുകൾ ഉണ്ടാവുമല്ലോ. ഇന്നൊരു ഉച്ച സമയമായതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ്. അങ്ങനെ ദേ രണ്ട് കുറുമ്പത്തികളുടെ കൂടെ നമ്മൾ പുഴയിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പഴയ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ തൊടിയുടെ ചുറ്റുമായാണ് പുഴ ഒഴുകുന്നതെന്ന്. അപ്പോൾ നമ്മൾ ദേ പുഴ കടന്നിട്ട് അപ്പുറത്തെ സൈഡാണ് കേട്ടോ കുളിക്കാൻ പോയത്. നോക്കുമ്പോൾ അവിടെ പശുവിനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ വരികയാണ് കേട്ടോ. അവിടെ ദേ മരുഭൂമി കണക്ക് മണലാണ് കേട്ടോ. പക്ഷേ കുളിക്കാൻ നല്ല തണുത്ത വെള്ളമാണ്, നല്ല തെളിഞ്ഞ വെള്ളമൊക്കെയാണ്. ഇത് നോക്കിക്കേ, ഈ മണൽത്തരികൾക്കിടയിൽ ഈ ഒരു ചെറിയൊരു ചെടി മാത്രം നിൽക്കുന്നേ. അപ്പോൾ ദേ അവരുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചു പോകാനായി. അത്യാവശ്യം വെയിലൊക്കെ ആറി. നമ്മൾ പുഴയിൽ വന്ന സമയം പോണ അറിയേയില്ല കേട്ടോ. അപ്പോൾ ദേ ഇവിടെ നിറച്ച് മണലാണ് കേട്ടോ. ഈ മണലിൽ ഉച്ച സമയത്ത് നടക്കാനേ പറ്റില്ല കേട്ടോ. ചെരുപ്പ് ഊരിയിട്ട് കാല് നല്ല പൊള്ളേ. പക്ഷേ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പായിരിക്കും കേട്ടോ. പുഴയുടെ സൈഡായത് കൊണ്ടാവാം ഈ മണൽ കോരിക്കഴിഞ്ഞാൽ കുറച്ച് അടിയിലായിട്ട് നല്ല തണുപ്പുണ്ടാവും. ഇത് കണ്ടോ, വെള്ളാരം കല്ലുകളാണ് കേട്ടോ. ഇതുപോലെ ഒത്തിരി വെള്ളാരം കല്ലുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേയൊന്നും കാണാനില്ല കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയുള്ള കല്ലുകളുണ്ടായിരുന്നു, വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ദേ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. തിരിച്ച് നമുക്ക് കവുങ്ങുന്തോട്ടങ്ങളുടെ ഇടയിലൂടെ പോകാമെന്ന് വിചാരിച്ച്. നല്ല ഭംഗിയാണ് കേട്ടോ അത് കൂടെ ഉള്ള കാഴ്ചകൾ കാണാൻ. പിന്നെ നമ്മുടെ കുളമൊക്കെ കാണാൻ വിചാരിച്ചു. ഞാൻ മുൻപത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ കുളത്തിൽ നിന്ന് മീനൊക്കെ പിടിക്കുന്നത്. അപ്പം നമ്മൾ ദേ കവുങ്ങുന്തോട്ടത്തിൻ്റെ ഇടയിലൂടെ നമ്മുടെ കുളത്തിൻ്റെ അടുത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ പാളകളാണ് കേട്ടോ, കവുങ്ങിൻ്റെ പാളകളാണിത്. കസിൻസൊക്കെ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് അവർ കുറേ വീഡിയോ പിന്നെ ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സൈഡ്. പിന്നെ ദേ നമ്മുടെ കുളത്ത് കണ്ടില്ലേ കുറേ കളർ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ മീനുകളൊക്കെ ഉണ്ട്, ഇടയ്ക്ക് വന്ന് നമ്മൾ പിടിക്കാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദേ ഈ കാണുന്ന റൂട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് നേരെ എത്തും കേട്ടോ. പക്ഷേ നല്ലൊരു ഹൈറ്റ് കയറണേ. അപ്പോൾ നമ്മൾ ഹൈറ്റ് കയറുന്നില്ല, പുഴയിലോട്ടൊക്കെ പോയി വന്നതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും വീടെത്തുമ്പോഴേക്കും വിചാരിച്ച് നമ്മുടെ ഷോർട്ട് കട്ടായ റോഡ് കടന്ന് പോകാൻ വിചാരിച്ചു കേട്ടോ. ഈ വഴി തന്നെ പോയി കഴിഞ്ഞാൽ ഇതും ചെറിയൊരു ഹൈറ്റാണ് എങ്കിലും നമ്മുടെ ആ ഹൈറ്റിൻ്റെ അത്ര വലിപ്പമല്ല കേട്ടോ. അപ്പോൾ ഇത് കടന്ന് റോഡിലെത്തിട്ട് നമ്മൾ അങ്ങനെ ദേ നമ്മൾ റോഡിലെത്തിയിട്ടുണ്ട്. ഈ റോഡിൻ്റെ അപ്പുറത്തെ ഭാഗം പറയുന്നത് കൈതച്ചക്കയുടെ ഫാമാണ് കേട്ടോ. ഏക്കർ കണക്കിന് കൈതച്ചക്ക ഫാമാണിത്. ഇത് നമ്മുടെ വീടിൻ്റെ ടെറസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ നമ്മുടെ ബ്ലാക്കികളിനെ കണ്ടു കേട്ടോ. അവരിതേ നമ്മളെ കുറേ നേരം കാത്തു നിന്നിട്ടാണ് തിരിച്ചിങ്ങോട്ട് എത്തിയത് തോന്നുന്നു. അപ്പോൾ വന്നതിൻ്റെ പരിഭവമൊക്കെ പറഞ്ഞു. നമ്മുടെ പിങ്കി വീട്ടിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.